എന്ന് പറഞ്ഞവർ ഇന്നത്തെ ലേഖനഭാഗത്തിലെ പൗലോസ്ലീഹ നമ്മളോട് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവിൻ എന്ന് പറയുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ 3 കാര്യമാണ് പൗലോസ്ലീഹ പറയുന്നത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ രോഗം വരുമ്പോഴായാലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴായാലും സന്തോഷത്തോടെ ഇരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥന നിരതരായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക കൂടി വേണം എന്ന് പറയുകയാണ്. നമ്മൾ വിശുദ്ധരുടെ ജീവിതമൊക്കെ എടുത്ത് നോക്കിയാൽ ഈ 3 കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എപ്പോഴും അവർ ഹാപ്പി ആയിരുന്നു. അവർ പക്ഷേ മുഖത്ത് ആ ഒരു സന്തോഷം കണ്ടില്ലെങ്കിലും ആത്മീയമായിട്ടുള്ള ഒരു ആനന്ദം അവർ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഉച്ചറേസിനൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വിശുദ്ധ, അല്ലെ? എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാൾ. രണ്ടാമതായിട്ട് പൗലോസ് നമ്മളോട് അതാണ് പറയുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് എല്ലാ കാര്യങ്ങളും നന്ദി പറയണം. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തന്നെ ദൈവത്തിന് നന്ദി പറയണം. ഈ വീഡിയോ നമ്മൾ കാണുന്ന സമയത്തും നമ്മൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. ദൈവവചനം ഇന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നന്ദി പറയണം. വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് സാധിച്ചെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയണം. എല്ലാ കാര്യങ്ങളിലും നന്ദി പറയും എന്ന് പറയുകയാണ്. 3 കാര്യങ്ങളാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയണം. ഈ 3 കാര്യങ്ങൾ ശീലിച്ചുകൊണ്ട് ജീവിതത്തെ സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്